ഹായ് മക്കളെ, ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടൊപ്പം തന്നെ അവിടെ പല വിജയങ്ങളും പല തോൽവികളും ഉണ്ട്. ഒരിക്കലും തോൽക്കാത്ത ഭാഗത്തിന് എല്ലാത്തിലും വിജയം കൈവരിക്കുന്ന മക്കളായി മാറട്ടെ നമ്മളെല്ലാവരും. അപ്പോൾ നോക്കാം നമുക്ക് ബാക്കി. നമ്മൾ ഹൈഡ്രോ കാർബൺസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രോ കാർബൺസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിലെത്തി. നറുമണമുള്ള മണം വിതറുന്ന ഹൈഡ്രോ കാർബണുകളെയാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുക. ബെൻസീൻ റിങ്ങുകൾ അടങ്ങിയ അരോമാറ്റിക് ആയ ഹൈഡ്രോ കാർബണുകളെ ബെൻസിനോയിഡ് ഹൈഡ്രോ കാർബണുകൾ എന്നും, ബെൻസീൻ റിങ് ഇല്ലാത്ത ഹൈഡ്രോ കാർബണുകളെ നോൺ ബെൻസിനോയിഡ് ഹൈഡ്രോ കാർബണുകൾ എന്നുമാണ് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ബെൻസീനിന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഏത്? കെക്കുലെയാണ് ബെൻസീനിന്റെ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ബെൻസീനിന് ഒരു റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിനകത്ത് ഈ പറയുന്ന അൾട്ടർനേറ്റീവ് ആയ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ആ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ റെസൊണൻസ് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. ഇറ്റ് ഈസ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഇൻ എ അരോമാറ്റിക് റിംഗ്. ഒരു അരോമാറ്റിക് റിങ്ങിനകത്തുള്ള പൈ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസൊണൻസ്. അതായത് ഈ ക്രമമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന ഇത്തരം ഡബിൾ ബോണ്ടുകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? റെസൊണൻസ് എന്നുള്ള പേരിൽ എന്താക്കുന്നത് പറയുന്നത്. ഇവിടെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഈ പറയുന്ന അൾട്ടർനേറ്റീവ് ആയ ഡബിൾ ബോണ്ടിൽ സ്ഥാനമാറ്റം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിവിടെ വരും, ഇതിവിടെ വരും, ഇതിവിടെ വരും. വേറെ എങ്ങനെയും വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബെൻസീനിന് 2 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ് പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്താക്കേണ്ടി വരും? പറയേണ്ടതായിട്ട് വരും. എഗെയിൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെക്കുലെ പറഞ്ഞിരിക്കുന്ന ബെൻസീനിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാനൊരു വലിയ തടാകം പോലെ തന്നെ വരയ്ക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നോക്കുക, ഇതെല്ലാം തന്നെ കാർബൺ ആറ്റങ്ങളാണ്. റെഡി? അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ ആറ്റങ്ങളും ഉണ്ട്. C6H6 ആണ് ബെൻസീനിന്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഓർക്കണേ, നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇത്. ബെൻസീനിന്റെ സ്ട്രക്ചർ ആണ് C6H6 എന്നുള്ളത്. ഈ പറയുന്ന ബെൻസീനിന്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കെക്കുലെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഓരോ കാർബൺ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഓരോ കാർബണിനകത്തും 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ട്. ഓരോ കാർബൺ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഓരോ കാർബണിനകത്തും 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ട്. ആ 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 2 തൊട്ടടുത്ത കാർബണുകളുമായി സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ് ഓരോ കാർബൺ ആറ്റത്തിനും ഉള്ളത്. അതിൽ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റല് തൊട്ടടുത്ത കാർബൺ ആറ്റവുമായി സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. ഇനി ബാക്കി വരുന്ന ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടല്ലോ, അത് ഹൈഡ്രജൻ ആറ്റവുമായി സിഗ്മ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. ഇങ്ങനെ 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ 3 സിഗ്മ ബോണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. 2 തൊട്ടടുത്ത കാർബണുമായിട്ടും 1 ഹൈഡ്രജനുമായിട്ടും. ഓരോ കാർബൺ ആറ്റം നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാർബൺ ആറ്റവുമായിട്ടൊരു സിഗ്മ ബോണ്ട്, ഈ കാർബൺ ആറ്റവുമായിട്ടൊരു സിഗ്മ ബോണ്ട്, ഹൈഡ്രജനുമായിട്ടൊരു സിഗ്മ ബോണ്ട്. ഈ കാർബൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ കാർബൺ ആറ്റവുമായിട്ടൊരു സിഗ്മ ബോണ്ട്, ഈ കാർബൺ ആറ്റവുമായിട്ടൊരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്. ഈ കാർബൺ ആവുമ്പോൾ ഇവിടെ ഒരു സിഗ്മ, ഇങ്ങോട്ടൊരു സിഗ്മ, ഇങ്ങോട്ടൊരു സിഗ്മ. ഇങ്ങനെ ഓരോ കാർബൺ ആറ്റം എടുത്തു നോക്കുമ്പോഴും അതിനകത്തുള്ള 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 2 തൊട്ടടുത്ത കാർബൺ ആറ്റവുമായി സിഗ്മ ബോണ്ട് രൂപപ്പെടുത്തും. മറ്റൊന്ന് ഹൈഡ്രജനുമായിട്ടും സിഗ്മ ബോണ്ട് രൂപപ്പെടുത്തും. അങ്ങനെ 6 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടുകളും 6 കാർബൺ സിഗ്മ ബോണ്ടുകളുമാണ് ഉള്ളത്. അതായത് 12 സിഗ്മ ബോണ്ടുകളാണ് നമുക്ക് ഈ പറയുന്ന ബെൻസീനിനകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക.
1 2 3 4 5 6 കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്, അതോടൊപ്പം തന്നെ 6 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും. ഇങ്ങനെ 12 സിഗ്മ ബോണ്ടുകളാണ് നമ്മൾ ഈ പറയുന്ന ബെൻസീനിനകത്ത് ഉള്ളത്. ഇനി ബെൻസീനിനകത്തുള്ള കാർബൺ ആറ്റംസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാതെ നിൽക്കുന്ന അൺഹൈബ്രിഡൈസ്ഡ് ആയ പി ഓർബിറ്റൽ ഉണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന അൺഹൈബ്രിഡൈസ്ഡ് ആയ ഒരു പി ഓർബിറ്റല് ഈ പറയുന്ന ഹൈഡ്രോ കാർബണിനകത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് എന്താകുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റെഡി? ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയ പി ഓർബിറ്റലുകൾ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് അൾട്ടർനേറ്റീവായ ഡബിൾ ബോണ്ടുകൾ എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയ പി ഓർബിറ്റലുകൾ തമ്മിൽ അടുത്തടുത്തുള്ള രണ്ടെണ്ണം തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് ഈ പറയുന്ന 3 അൾട്ടർനേറ്റീവായ ഡബിൾ ബോണ്ടുകൾ എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. റെഡി? ഇനി ഇത് തന്നെയാണ്, അതായത് കെക്കുലെ പറഞ്ഞത് തന്നെയാണ് ബെൻസീനിന്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് എക്സ്റേ ഡൈഫ്രാക്ഷൻ വഴിയാണ്. എക്സ്റേ ഡൈഫ്രാക്ഷൻ മെത്തേഡ് വഴി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ബെൻസീനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇത് തന്നെയാണ്. അതായത് എക്സ്റേ ഡൈഫ്രാക്ഷൻ വഴി കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആണ് എന്നുള്ള വിവരം എന്താവും, കിട്ടും. അതോടൊപ്പം തന്നെ അൾട്ടർനേറ്റീവായ ഡബിൾ ബോണ്ടിന്റെ ലെങ്ത്തും സെയിം ആണ് എന്നുള്ള കാര്യം നമുക്കതിനകത്തുനിന്ന് എന്താവും, കിട്ടും. എക്സ്റേ ഡൈഫ്രാക്ഷൻ വഴിയാണ് കെക്കുലെ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് തന്നെയാണ് ബെൻസീനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതും. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് എല്ലാം തന്നെ എന്താണ്, സെയിം ആണ്. അപ്രോക്സിമേറ്റ്ലി 139 പൈക്കോമീറ്റർ ആണ് ഈ ബെൻസീൻ റിങ്ങിനകത്തുള്ള കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ കാര്യം? എഗെയിൻ ദർ ഇസ് എ നെക്സ്റ്റ് തിങ്. ബെൻസീനിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എഗെയിൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത ടോപ്പിക് ഇതാണ്. വി ക്യാൻ ബി ഡിസ്കസ് അബൌട്ട് അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റി എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണ് അല്ലെങ്കിൽ അരോമാറ്റിക് അല്ല എന്ന് പറയുക? ചുമ്മാ മണമുള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു കോമ്പൗണ്ടിനെ അങ്ങനെ നിർവചിക്കാൻ പറ്റില്ല. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് ഒരു കോമ്പൗണ്ട് നമ്മൾ എപ്പോഴാണ് അരോമാറ്റിക് എന്ന് പറയുക? ഏതൊരു കോമ്പൗണ്ടും അരോമാറ്റിക് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. ഇറ്റ് മസ്റ്റ് ബി സൈക്ലിക് ആൻഡ് പ്ലനാർ. ഏതൊരു അരോമാറ്റിക് ആയ കോമ്പൗണ്ടും സൈക്ലിക്കും അതോടൊപ്പം പ്ലനാറുമായിരിക്കണം. സൈക്ലിക് റിംഗ് ഉള്ളതും പരന്നതുമായിരിക്കണം, പ്ലനാറും ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇതാണ്. an aromatic compound have a conjugated system. അരോമാറ്റിക് കോമ്പൗണ്ടിനകത്ത് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ടാകണം. അതായത് അൾട്ടർനേറ്റീവായ ഡബിൾ ബോണ്ട് ഉണ്ടാവണം. ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം അതിനകത്ത് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇതാണ്. ദേ കണ്ടെയ്നിങ് 4n+2 പൈ ഇലക്ട്രോൺസ്. ഇനി ഈ പറയുന്ന കോമ്പൗണ്ടുകൾക്കകത്ത് 4n+2 പൈ ഇലക്ട്രോണുകളും ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ കോമ്പൗണ്ടിനെ നമുക്ക് അരോമാറ്റിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 0 എന്ന് കൊടുക്കുക. എന്നിന് 0 എന്ന് കൊടുത്താൽ ഇത് 0 ആയി പോയി. പിന്നെ വരിക 2 പൈ ഇലക്ട്രോൺസ് അല്ലേ? ഇനി എന്നിന് 1 എന്ന് കൊടുക്കൂ. അപ്പോൾ 4+2 6 പൈ ഇലക്ട്രോൺസ്. ഇനി എന്നിന് 2 എന്ന് കൊടുക്കൂ. 4 2 8, 8+2 10 പൈ ഇലക്ട്രോൺസ്. അടുത്തത് എന്നിന് 3 എന്ന് കൊടുക്കുക. അപ്പോൾ 4 3 12, 12+2 14 പൈ ഇലക്ട്രോൺസ്. അടുത്തത് എന്നിന് 4 കൊടുത്താൽ 4 4 16, 16+2 18 പൈ ഇലക്ട്രോൺസ്. ഇങ്ങനെ 2 6 10 14 18 പൈ ഇലക്ട്രോണുകൾ ഉള്ളവരെയാണ് നമ്മൾ അരോമാറ്റിക് എന്ന് പറയുക.
പോരാ കാര്യം സൈക്ലിക് ആയിരിക്കണം, പ്ലനാർ ആയിരിക്കണം, അൾട്ടർനേറ്റീവ് ആയ ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റവും ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ നമ്മൾ അരോമാറ്റിക് എന്നുള്ള പേരിൽ എന്താക്കുകയുള്ളൂ, പറയുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഹക്കൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ഏതൊരു അരോമാറ്റിക് ആയ കോമ്പൗണ്ടിനകത്തും 4n+2 പൈ ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത് ഹക്കലാണ്. അതുകൊണ്ട് ഈ നിയമത്തെയാണ് നമ്മൾ ഹക്കൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ചെക്ക് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കൂ. ദിസ് ഇസ് എ കോമ്പൗണ്ട്. ഇത് സൈക്ലിക് ആണ് എന്ന് ചോദിച്ചാൽ അതേ സൈക്ലിക് ആണ്, റിങ്ങിൽ പെടുന്നതാണ്. പ്ലനാർ, പരന്നിട്ടാണ്, ഇടവിട്ടൊരു ബോണ്ട് ഉണ്ട്, അതായത് കോൺജുഗേറ്റഡ് ആണ്. ഇനി നമുക്ക് പൈ ഇലക്ട്രോണിന്റെ എണ്ണം എടുക്കണം. പൈ ഇലക്ട്രോണിന്റെ എണ്ണം എടുക്കാനുള്ള എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ കോർണറുകൾ എണ്ണിയാൽ മതി. അപ്പോൾ 1, 2, 3 പൈ ഇലക്ട്രോണുകളാണ് ആക്ച്വലി ഉണ്ടാവേണ്ടത്. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലോസിങ് അല്ലേ? അപ്പൊ 3 പൈ ഇലക്ട്രോണിൽ 1 ലോസ് ചെയ്താൽ 2 പൈ ഇലക്ട്രോൺ ആയിട്ട് എന്താവും, മാറും. സൈക്ലിക് ആണ് മക്കളെ, പ്ലനാർ ആണത്, കോൺജുഗേറ്റഡ് ആണ്. അതിനകത്ത് 2 പൈ ഇലക്ട്രോണുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു അരോമാറ്റിക് ആയ കോമ്പൗണ്ട് ആണ് എന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു കോമ്പൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദിസ് ഇസ് അവർ ഗ്രേറ്റ് ബെൻസീൻ അല്ലേ? ബെൻസീൻ എന്ന് പറയുമ്പോൾ സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ഇനി പൈ ഇലക്ട്രോൺ നോക്കുക. 1, 2, 3, 4, 5, 6 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതും എന്താണ്, അരോമാറ്റിക് ആണ്. ഇനി there is another one, സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. പേരൊന്നും ഓർക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഇസ് അവർ സൈക്ലിക് അല്ലേ? അതെ, പ്ലനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ഇനി പൈ ഇലക്ട്രോൺ എണ്ണം 1, 2, 3, 4, 5 അല്ലേ? 5 കോർണറുകളാണ്. ഒപ്പം ഒരു നെഗറ്റീവ് ചാർജ് കൂടി ഇട്ടിട്ടുണ്ട്. 5ന്റെ കൂടെ ഒരു നെഗറ്റീവ് ചാർജ് കൂടി വരുമ്പോൾ ഒന്നും കൂടി അധികം എന്നല്ലേ? അതായത് 6 പൈ ഇലക്ട്രോണുകളുണ്ട്. അതുകൊണ്ട് ഇതും ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. റെഡി? കോൺജുഗേറ്റഡ് അല്ല, ഒരു അരോമാറ്റിക് ആയ സിസ്റ്റം ആണ്. ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് വൺ. അടുത്തത് ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്. അടുത്ത ഒരു കോമ്പൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. We can be discuss about naphthalene. This is a cyclic അല്ലേ? സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, അൾട്ടർനേറ്റീവ് ആയ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്, കോൺജുഗേറ്റഡ് ആണ്. ഇനി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 പൈ ഇലക്ട്രോണുകളാണുള്ളത്. 10 പൈ ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതും ഒരു കോൺജുഗേറ്റഡ് ആയ സിസ്റ്റം ആണ്. റെഡി? ഇനി there is another compound. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കണേ മക്കളെ. This is cycloheptatrienyl cation. ഇതാണ് സൈക്ലോഹെപ്റ്റാട്രൈനൈൽ കാറ്റയോൺ. ഒന്ന് വേഗത്തിൽ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. പെട്ടെന്നാവട്ടെ, നമ്മുടെ സമയമാ പോകുന്നത്. അതെ, ഇതൊരു സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, അൾട്ടർനേറ്റീവായ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇതൊരു കോൺജുഗേറ്റഡ് ആണ്. ഇനിയോ നമുക്കതിൻ്റെ പൈ ഇലക്ട്രോണുകൾ ഒന്ന് ചെക്ക് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7 അല്ലേ? 7ന്റെ കൂടെ 7 പൈ ഇലക്ട്രോണുകളുടെ കൂടെ ഒരു പോസിറ്റീവ് ചാർജാണ് തന്നിരിക്കുന്നത്. അതായത് 7 പൈ ഇലക്ട്രോണിൽ നിന്ന് 1 നഷ്ടപ്പെട്ടു എന്നാണ് അതിനർത്ഥം. അതായത് 6 പൈ ഇലക്ട്രോണുകളേ ഉള്ളൂ. ഇതൊരു കോൺജുഗേറ്റഡ് ആയ സിസ്റ്റം ആണ് എന്ന് നമ്മൾ എന്താക്കും, ഉറപ്പിക്കും. ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു അരോമാറ്റിക് ആയ കോമ്പൗണ്ട് ആണ് എന്നുള്ള കാര്യവും നമ്മൾ എന്താക്കുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു കോമ്പൗണ്ട്. This is cyclooctatetraene.
വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പൗണ്ട് ആണിത്, സൈക്ലോ ഒക്ടാടെട്രായീൻ. സൈക്ലോ ഒക്ടാടെട്രായീൻ എന്ന് പറയുമ്പോൾ ഇതൊരു സൈക്ലിക് ആയ, പ്ലനാറായ, ഇടവിട്ട ഡബിൾ ബോണ്ട് ഉള്ള കോൺജുഗേറ്റഡ് ആയ കോമ്പൗണ്ട് ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് പൈ ഇലക്ട്രോണുകളെ ചെക്ക് ചെയ്യണം. 1 2 3 4 5 6 7 8 8 പൈ ഇലക്ട്രോണുകളാണുള്ളത്. ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി പ്രകാരം ഒരിക്കലും തന്നെ 8 പൈ ഇലക്ട്രോണുകൾ എന്താവില്ല, വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിക്കുകയാണ് ഇതൊരു അരോമാറ്റിക് ആയ കോമ്പൗണ്ട് അല്ല. നമ്മൾ പറയും ദിസ് ഇസ് എ നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്. ഇതൊരു അരോമാറ്റിക് ആയ കോമ്പൗണ്ട് അല്ല, മറിച്ചൊരു നോൺ അരോമാറ്റിക് ആയ കോമ്പൗണ്ട് ആണ് എന്ന് നമ്മൾ എന്താക്കും, പറയും. അപ്പൊ എല്ലാ കോമ്പൗണ്ടുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ പൊതുവായി അത് സൈക്ലിക്കും പ്ലനാറും കോൺജുഗേറ്റഡും ആയിരിക്കും. പക്ഷേ പൈ ഇലക്ട്രോണുകളിലാണ് പ്രത്യേകത. 4n+2 പൈ ഇലക്ട്രോണുകളാണ് കൃത്യമായി അതിനകത്ത് എന്താവേണ്ടത്, ഉണ്ടാകേണ്ടത് കേട്ടോ. ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്നാണ് അതിനെ നമ്മൾ എന്താക്കുക, പറയുക. എഗെയിൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം ഇതാണ്, ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസീൻ. എങ്ങനെ നമുക്ക് ബെൻസീനിനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് പഠിച്ചതാണ്. ഫസ്റ്റ് വൺ, സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈതൈൻ. ആൽക്കൈനിൽ നമ്മൾ പഠിച്ചു വെച്ചതാണിത്, സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥൈൻ എന്നുള്ളത്. അതായത് നമ്മുടെ ഈഥൈനിനെ 3 യൂണിറ്റ് ഈഥൈനിനെ ചുട്ടുപഴുത്ത റെഡ് ഹോട്ട് അയേൺ ട്യൂബിലൂടെ 873 കെൽവിനിൽ നമ്മൾ പാസ് ചെയ്യിക്കുന്ന സമയത്ത് അത് ബെൻസീൻ റിംഗ് ആയിട്ട് എന്താവും, മാറും. ഈഥൈനിനെ ചുട്ടുപഴുത്ത റെഡ് ഹോട്ട് അയേൺ ട്യൂബിലൂടെ 873 കെൽവിനിൽ പാസ് ചെയ്യിക്കുന്ന സമയത്ത് അത് ബെൻസീൻ ആയിട്ട് എന്താവും, മാറും. ദെൻ രണ്ടാമത്തതാണ് നമ്മൾ പറയുന്നത് ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്സ്. അരോമാറ്റിക് ആസിഡുകളുടെ ഡീകാർബോക്സിലേഷൻ, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. റെഡി? ഒരു സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഞാൻ എടുക്കുന്നത്. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ആണ് ഞാൻ എടുത്തത്. ഈ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഞാൻ സോഡ ലൈമുമായിട്ട് എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ നോക്കണേ മക്കളെ, ഈ പറയുന്ന Na2 അതേപോലെ CO3 Na2CO3 ആയിട്ട് എന്താവും, മാറും. എന്നെയും Na2 COO, അതായത് Na2CO3 ആയിട്ട് മാറും. എന്നിട്ട് H ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ വരും. ഹൈഡ്രജൻ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ വന്നാൽ അത് ബെൻസീൻ തന്നെയാണ്. കാരണം ഇവിടൊക്കെ ഹൈഡ്രജൻ ഉണ്ട്, നമ്മൾ വരയ്ക്കാത്തതല്ലേ. ഇവിടുത്തെ ഹൈഡ്രജന് പകരമല്ലേനോ COO Na ഉണ്ട്. ഇനി അവിടെ പകരം ഹൈഡ്രജൻ തന്നെ വന്നാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും, ബെൻസീൻ തന്നെ എന്താവും, കിട്ടും. മൂന്നാമത് ഒന്ന് നമ്മൾ പറയുന്നത് ഇതാണ്, ക്ലിയർ അല്ലേ? ഇത് Na2 COO CO3, ഈ H ബെൻസീൻ റിങ്ങിന്റെ മുകളിലേക്ക് എന്താവും, വരും. മൂന്നാമത്തെ സിന്തസിസ് എന്ന് പറയുന്നത് ഇതാണ്, ദിസ് ഈസ് റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഫീനോളിനെ നമ്മൾ എന്താക്കുന്നു, റിഡക്ഷൻ നടത്തുന്നു. ഫീനോളിനെ നമ്മൾ റിഡക്ഷൻ നടത്തുന്നത് സിങ്കിന്റെ പ്രസൻസിലാണ്. സിങ്ക് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഫീനോളിനെ നമ്മൾ എന്താക്കുന്നത്, റിഡക്ഷൻ നടത്തുന്നത്. ഫീനോളിനെ സിങ്ക് മെറ്റൽ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുമ്പോൾ ഈ ZNഉം Oയും കൂടി ZNO ആയിട്ട് എന്താവും, മാറും. ഈ ZNഉം ഈ Oയും കൂടി എന്തായിട്ട് മാറും, ZNO. എന്നിട്ട് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഹൈഡ്രജൻ വരും. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഹൈഡ്രജൻ വന്നാൽ എന്ത് തന്നെയാണ്, ബെൻസീൻ തന്നെ ആണ്. റെഡി? അപ്പൊ ആദ്യം ഈതൈനിനെ നമ്മൾ പോളിമറൈസേഷൻ നടത്തുന്ന സമയത്ത് അതെന്തായിട്ട് മാറും, ബെൻസീൻ ആയിട്ട് മാറും.
രണ്ടാമത് സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിനെ നമ്മൾ ഡീകാർബോക്സിലേഷൻ നടത്തുന്ന സമയത്ത് അത് സോഡിയം കാർബണേറ്റും ബെൻസീനുമായിട്ട് മാറും. മൂന്നാമത് ഫീനോളിനെ നമ്മൾ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് അത് സിങ്ക് ഓക്സൈഡും ബെൻസീനുമായിട്ട് എന്താവും മാറും. റെഡി, ക്ലിയർ അല്ലേ കാര്യം? Then there is a next one. അടുത്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്. This is electrophilic substitution reaction. റെഡി, സാധാരണഗതിയിൽ ബെൻസീൻ കൃത്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്താക്കണം, ഓർക്കണം. നോക്കുക, ബെൻസീൻ റിംഗേഴ്സ് റിയാക്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3, ഇതിനെയാണ് നമ്മൾ നൈട്രേഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. എൻ്റെ കൂടെ തന്നെ എഴുതി പഠിച്ചോളണേ. ബെൻസീൻ റിങ്ങിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഈ ഒരു റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, നൈട്രേഷൻ എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഈ നൈട്രേഷൻ നടത്തുന്ന സമയത്ത് HNO3യിലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2 ആണ്. നൈട്രേഷൻ നടത്തുമ്പോൾ HNO3യിലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2 ആണ്. ഈ NO2 ആണ് ഇവിടെ നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എന്താവുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ റിയേജന്റുകൾ എടുക്കുമ്പോഴും അതിനകത്ത് ഓരോ ഇലക്ട്രോഫൈൽ ഉണ്ടാവും. ഇവിടെ നൈട്രേഷൻ നടത്തുന്നത് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ്. നൈട്രിക് ആസിഡിലെ ഇലക്ട്രോഫൈൽ ആണ് ഏത്, NO2. ആ NO2 നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എന്താവും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് ഇവിടെ കേട്ടോ, ഇവിടെയുള്ള ഹൈഡ്രജൻ മാറി അതിന് പകരമാണ് അവിടെ ആര് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത്, NO2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത്. അപ്പം നിങ്ങൾക്ക് നൈട്രോ ബെൻസീൻ എന്താവും കിട്ടും. എല്ലായ്പ്പോഴും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആരംഭിക്കുക ഇവിടെയാണ്. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും അറ്റാച്ചിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ രണ്ട് പ്രോഡക്റ്റുകളാണ് കിട്ടുക. ഒരു ഓർത്തോ പ്രോഡക്റ്റും കിട്ടും, ഒരു പാരാ പ്രോഡക്റ്റും എന്താവും കിട്ടും. റെഡി, ശരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബെൻസീൻ റിങ്ങിൽ നടക്കേണ്ടത് ഇവിടെയാണ്. ഇനി അവിടെ ഏതെങ്കിലും അറ്റാച്ചിങ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ ഏതെങ്കിലും CLO NHO ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തോയിൽ NO2 വരുന്ന ഒരു പ്രോഡക്റ്റും കിട്ടും, പാരായിൽ NO2 വരുന്ന ഒരു പ്രോഡക്റ്റുമായിരുന്നു എന്താകേണ്ടത്, ലഭിക്കേണ്ടിയിരുന്നത്. ചെക്ക് ചെയ്യാം നമുക്ക്. ഇന്നലത്തെ പോലെ തന്നെ കളി തുടങ്ങി മാർക്കർ. നോക്കുക, രണ്ടാമത്തെ റിയാക്ഷനാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ഹാലോജിനേഷൻ. രണ്ടാമത്തെ വളരെ പ്രസിദ്ധമായ റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അതാണ് ഏത്, ഹാലോജിനേഷൻ എന്ന് നമ്മൾ പറയുന്ന റിയാക്ഷൻ. ഹാലോജിനേഷനിൽ നമ്മൾ നമ്മുടെ ബെൻസീൻ റിങ്ങിനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ബെൻസീൻ റിങ്ങിനെ ഞാൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ എവിടെയാ ഈ ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യുക, ഇവിടെയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്ത് ക്ലോറോ ബെൻസീൻ എന്താവും, ഫോം ചെയ്യും. റെഡി, ഈ ക്ലോറോ ബെൻസീനിലേക്ക് വീണ്ടും ക്ലോറിൻ ചേർക്കുകയാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ എന്ന് കരുതുക. ഞാൻ പറഞ്ഞു കാലിയായ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച്മെന്റ് നടക്കുക ഇവിടെയാണ്. അപ്പോൾ ക്ലോറോ ബെൻസീൻ എന്തായി ലഭിച്ചു. ആ ക്ലോറോ ബെൻസീനിനെ വീണ്ടും ക്ലോറിനുമായിട്ട് നമ്മൾ എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. ക്ലോറോ ബെൻസീനിനെ വീണ്ടും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ സാറ് പറഞ്ഞിരുന്നു
2 പ്രോഡക്റ്റുകളായിട്ടാണ് മാറുക. അതായത് ഓർത്തോയിൽ ക്ലോറിൻ വരുന്ന ഒരു പ്രോഡക്റ്റും കിട്ടും, അതോടൊപ്പം തന്നെ പാരായിൽ ക്ലോറിൻ വരുന്ന ഒരു പ്രോഡക്റ്റും എന്താവും കിട്ടും. ഓർത്തോയിൽ ക്ലോറിൻ വരുന്ന ഒരു പ്രോഡക്റ്റും കിട്ടും, അതോടൊപ്പം തന്നെ പാരായിൽ ക്ലോറിൻ വരുന്ന ഒരു പ്രോഡക്റ്റും എന്താവും കിട്ടും. റെഡി? ക്ലിയർ അല്ലേ കാര്യം? ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് വൺ. അടുത്തത് നമ്മൾ പറയുന്നത് ഇതാണ്, സൾഫോണേഷൻ. അതായത് ബെൻസീൻ റിംഗ് ഇസ് റിയാക്റ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. ബെൻസീൻ റിങ്ങിനെ കോൺസെൻട്രേറ്റഡ് H2SO4 എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4-നകത്തുള്ള ഇലക്ട്രോഫൈൽ ഏതാ എന്ന് നമ്മൾ എന്താക്കണം? അറിയണം. വേണ്ടേ? നോക്കി വെച്ചോളണേ. നൈട്രിക് ആസിഡിലെ ഇലക്ട്രോഫൈൽ ആരായിരുന്നു? NO2. ഹാലജനിലാണെങ്കിൽ ഹാലജൻ തന്നെയാണ് ഇലക്ട്രോഫൈല്. സൾഫ്യൂരിക് ആസിഡിലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് SO3H ആണ്. അപ്പൊ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ആര് വരും? SO3H എന്താവും വരും. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. റെഡി? ക്ലിയർ? Then there is a named reaction. സയന്റിസ്റ്റിന്റെ പേരിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ അത് 2 എണ്ണം ഉണ്ട് മക്കളെ. ഇത് അതേപടി തന്നെ പഠിച്ചേക്കണേ. ഒന്ന് ആൽക്കൈലേഷൻ ആണ്. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗേഴ്സ് reacted with alkyl halide in the presence of anhydrous aluminum chloride. ബെൻസീൻ റിങ്ങിനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ആരുടെ പ്രസൻസിൽ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ. ബെൻസീൻ റിങ് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതിലെ അറ്റാച്ചിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആലോചിച്ച് വെച്ചോ, CH3Cl. ആൽക്കൈൽ ഹാലൈഡിലെ അറ്റാച്ചിങ് ഗ്രൂപ്പ് CH3 ആണ്. അപ്പോൾ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ആര് വരും? CH3 എന്താവും വരും. അതായത് മീഥൈൽ ബെൻസീൻ ടൊളുവീൻ ആയിട്ട് എന്താവും മാറും. റെഡി? സെയിം മാനർ അടുത്തതാണ് നമ്മൾ പറയുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ്സിന്റെ 2 റിയാക്ഷൻസ് ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ ആണ് അസൈലേഷൻ. അതായത് ബെൻസീൻ റിംഗേഴ്സ് റിയാക്റ്റഡ് വിത്ത് അസൈൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ബെൻസീൻ റിങ് അസൈൽ ക്ലോറൈഡുമായിട്ട് എന്താക്കുന്നു? റിയാക്ട് ചെയ്യുന്നു. അസൈൽ ക്ലോറൈഡിലെ അറ്റാച്ചിങ് ഗ്രൂപ്പ് ഏതാണെന്നറിയാവോ? അസൈൽ ക്ലോറൈഡിലെ അറ്റാച്ചിങ് ഗ്രൂപ്പാണ് COCH3. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ ആര് വരും? COCH3 വരും. ഇതിനെയാണ് നമ്മൾ അസറ്റോഫീനോൺ എന്നുള്ള പേരിൽ എന്താക്കുക? വിളിക്കുക. അസറ്റോഫീനോൺ. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സിന്റെ ആൽക്കൈലേഷനും മറ്റൊന്ന് അസൈലേഷനും. ആൽക്കൈലേഷനിൽ ആൽക്കൈൽ ഹാലൈഡിലെ അറ്റാച്ചിങ് ഗ്രൂപ്പ് ഏതാണ്? CH3 ആണ്. അസൈലേഷനിലെ അറ്റാച്ചിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? COCH3 ആണ്. ഇതൊക്കെ ഇതേപടി തന്നെ ആലോചിച്ച് വെക്കണേ, ചുമ്മാ ഇങ്ങനെ. റെഡി? ഇനി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിയാക്ഷൻ ഉള്ളത് ഇതാണ്. ബെൻസീൻ റിംഗേഴ്സ് റിയാക്റ്റഡ് വിത്ത് ക്ലോറിൻ under dark
കോൾഡ് കണ്ടീഷൻ ഒന്ന്, മറ്റൊന്ന് UV ലൈറ്റ്. ഒരേ സാധനം തന്നെ, പക്ഷേ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ബെൻസീൻ റിങ്ങിനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. ബെൻസീൻ റിങ്ങിനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഡാർക്ക് കോൾഡ് കണ്ടീഷനിൽ ഒരു ഇരുട്ടുമുറിയിൽ വെച്ചിട്ട് നമ്മൾ ബെൻസീനും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്യിക്കുന്നു കോൾഡ് കണ്ടീഷനിൽ. മറ്റൊന്ന്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ സഹായത്താൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. ഇവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ദിസ് ഈസ് ഹെക്സാ ക്ലോറോ ബെൻസീൻ. ഹെക്സാ ക്ലോറോ ബെൻസീൻ, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. എനിക്ക് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗാമെക്സെയിൻ എന്നാണ് നമ്മൾ പറയുക. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഗാമെക്സെയിൻ എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇതേ റിയാക്ഷൻ തന്നെ ഡാർക്ക് കോൾഡ് കണ്ടീഷനിൽ നടത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെക്സാ ക്ലോറോ ബെൻസീൻ ആണ്. ഹെക്സാ ക്ലോറോ ബെൻസീൻ, അതാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. ഹെക്സാ ക്ലോറോ ബെൻസീൻ ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുക. അതായത് C6Cl6 ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താകുന്നത്, ലഭിക്കുന്നത്. ഇവിടെ അൾട്രാ വയലറ്റ് റേഡിയേഷന്റെ സഹായത്താലാണെങ്കിൽ അത് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ആയിട്ട് എന്താവും, മാറും. റെഡി? ഇത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ്. ഇനി ഒരു റിയാക്ഷൻ കൂടിയുണ്ട്, റിയാക്ഷൻസ് അവസാനിക്കുകയാണ്. ദിസ് ഈസ് അഡീഷൻ റിയാക്ഷൻ. Benzenes undergo the addition of hydrogen in the presence of nickel. നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ബെൻസീനിനകത്തേക്ക് ഹൈഡ്രജൻ എന്താക്കുന്നു, ആഡ് ചെയ്യുന്നു. നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ബെൻസീനിനകത്തേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മുഴുവൻ ഡബിൾ ബോണ്ടുകളും ബ്രേക്ക് ചെയ്തിട്ട് അത് സൈക്ലോഹെക്സെയിൻ ആയിട്ട് എന്താവും, മാറും. ഇതൊക്കെ വളരെ സ്പെഷ്യലായ റിയാക്ഷനുകളാണ്. ഇത് ഇതേപടി തന്നെ എന്താക്കണം, ഓർത്തിരിക്കുകയും വേണം. റെഡി? ബെൻസീനിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് അത് ബെൻസീൻ മാറി സൈക്ലോഹെക്സെയിൻ ആയിട്ട് എന്താവും, മാറും. റെഡി? ഇനി ഈ ഒന്നിലധികം ബെൻസീൻ റിങ്ങുകൾ കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പോളി ന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുക. ഒന്നിലധികം ബെൻസീൻ റിങ്ങുകൾ കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളി ന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്ന പോളി ന്യൂക്ലിയർ ആയ ഹൈഡ്രോ കാർബൺ ആണ്. കാണുന്നുണ്ടോ എന്നറിയില്ല ഞാൻ. റെഡി? കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഒന്നിലധികം ബെൻസീൻ റിങ്ങുകൾ കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ പോളി ന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺ എന്ന് പറയുക. ഇപ്പം 2 എണ്ണം കൂടി ചേർന്നാൽ നമ്മൾ നാഫ്തലീൻ എന്ന് പറയും. 3 ബെൻസീൻ റിങ്ങുകൾ കൂടി ചേർന്നാൽ ആന്ത്രസീൻ എന്ന് പറയും. പിന്നെ ഫിനാന്ത്രീൻ, കൊളാന്ത്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോളി ന്യൂക്ലിയർ ആയ ഹൈഡ്രോ കാർബൺ ഉണ്ട്. ഒന്നിലധികം ബെൻസീൻ റിങ്ങുകൾ കൂടി ചേർന്നിട്ടുള്ള ഹൈഡ്രോ കാർബണുകളുണ്ട്. ഇത്തരം ഹൈഡ്രോ കാർബണുകൾക്ക് ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ, അതായത് പൂർണ്ണമല്ലാത്ത ജ്വലനം, അതായത് പുകഞ്ഞു കത്തുക എന്ന് നമ്മൾ പറയില്ലേ, ഇത്തരം ഹൈഡ്രോ കാർബണുകൾ പുകഞ്ഞു കത്തുന്ന സമയത്ത് അതിനകത്ത് നിന്ന് കാർസിനോജനിക് ആയ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. ഇത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തുകയും മനുഷ്യ ശരീരത്തിലെ DNA-ക്ക് ഡാമേജ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ടൊബാക്കോ, പുകയില, പെട്രോളിയം പ്രോഡക്റ്റുകൾ, കോൾ, കൽക്കരി, ഇവയൊക്കെ പൂർണ്ണമായി കത്താതെ ഇൻകംപ്ലീറ്റ് ആയ കമ്പഷൻ നടക്കുമ്പോൾ
ആ ഇൻകംപ്ലീറ്റ് കമ്പഷന്റെ ഫലമായി അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഈ പറയുന്ന ഹൈലി പോയിസണസ് ആയ ഗ്യാസസ് ഉണ്ടാകുന്നുണ്ട്. അത് ഹ്യൂമൻ ബോഡിയിലേക്ക്, മനുഷ്യ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ DNA ഡാമേജ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ക്യാൻസർ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കോമ്പൗണ്ടുകളെ, പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർസിനോജെനിക് എന്നാണ് നമ്മൾ പറയുക. കാർസിനോജെനിക് എന്നാണ് നമ്മൾ പറയുക. റെഡി? ഇനി റെസണൻസ് വരയ്ക്കാൻ നിങ്ങൾ തൊട്ടു മുന്നത്തെ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ സാറ് ജസ്റ്റ് ഫീനോളിൻ്റെ റെസണൻസ് സ്ട്രക്ചർ ആണ് വരയ്ക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു തരാനാ. ഫീനോളിൻ്റെ റെസണൻസ് വരയ്ക്കുന്ന സമയത്ത് മക്കൾ ഇവിടെ നോക്കണേ. ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്. 16ാമത്തെ ഗ്രൂപ്പിലെ എലമെൻ്റ് ആയതുകൊണ്ട് 6 വാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ആ 6 വാലൻസ് ഇലക്ട്രോണിൽ 1 ബെൻസീൻ റിങ്ങുമായി ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു, 1 ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ ഫീനോൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിലെ 16ാമത്തെ ഗ്രൂപ്പുകാരനാണ് ഓക്സിജൻ. 6 വാലൻസ് ഇലക്ട്രോണിൽ 1 ബെൻസീൻ റിങ്ങുമായും 1 ഹൈഡ്രജനുമായും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. 6ൽ 2 എണ്ണം പോയ 4 എണ്ണം ബാക്കി. ഇതിൽ ഈ ഒരു ജോഡി ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. റെഡി? അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും കേട്ടോ. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് പുറത്തോട്ട് ചാടും. അടുത്തടുത്ത ഡബിൾ ബോണ്ടുകൾ ഒരുമിച്ച് വരില്ലല്ലോ, അതുകൊണ്ട് ആ ഡബിൾ ബോണ്ട് പുറത്തോട്ട് ചാടും. അപ്പം നമ്മൾ വരയ്ക്കുന്ന റെസണൻസ് സ്ട്രക്ചർ ഇതാണ്. ഇവിടെ മൈനസ് ചാർജായി ഡബിൾ ബോണ്ട് പുറത്തോട്ട് ചാടിയപ്പോൾ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് OH അല്ലേ. ഒരു ജോഡി ഇലക്ട്രോണിന് നഷ്ടപ്പെട്ടത് കൊണ്ട് അവിടെ പ്ലസ്. ഇനി നോക്കൂ, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് കയറും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് പുറത്തോട്ട് ചാടും അല്ലേ. അപ്പോൾ അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും? ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല അല്ലേ. OH പ്ലസ്, ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ ഡബിൾ ബോണ്ടായി, ഇവിടെ മൈനസ് ചാർജായി. ഇനി അടുത്തൊന്ന് പറയാവോ എന്താ സംഭവിക്കുക? അതെ, ഈ മൈനസ് ചാർജ് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് പുറത്തോട്ട് ചാടും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ മൈനസ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട് OH പ്ലസ് അല്ലേ. അടുത്ത സ്റ്റെപ്പിലോ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങ് കയറും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. ഈ ഡബിൾ ബോണ്ട് വന്ന വഴിയെ തിരിച്ചു പോവും. റെഡി? ഈ ഒരു റെസണൻസ് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത്, അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലുള്ളത്, നെഗറ്റീവ് ചാർജ് കാണുന്നത് ഓർത്തോ പൊസിഷനിലും അതേപോലെ തന്നെ പാരാ പൊസിഷനിലുമാണ്. ഈ ഫീനോളിൻ്റെ റെസണൻസ് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം, നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ട് കാണുന്നത് ഓർത്തോ പൊസിഷനിലും അതോടൊപ്പം തന്നെ പാരാ പൊസിഷനിലും ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഈ OH ഗ്രൂപ്പിന് ഓർത്തോ പാരാ ഇൻഫ്ലുവൻസിങ് ഉള്ള അല്ലെങ്കിൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആയ ഗ്രൂപ്പാണ്. OH എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. എക്സാമ്പിളാണ് NH2 ഇതേപോലുള്ളത്, അതുപോലെ തന്നെ OCH3, CH3, C2H5 ഇങ്ങനെയുള്ളവയെല്ലാം തന്നെ എന്ത് തരം ഗ്രൂപ്പുകളാണ്? ഓർത്തോ പാരാ പൊസിഷനിലേക്ക് ഡയറക്റ്റിംഗ് ഉള്ള ഗ്രൂപ്പുകളാണ്.
ഇനി ഇതേപോലെ തന്നെ മെറ്റാ പൊസിഷനിലേക്ക് ഡയറക്റ്റിംഗ് ആയ ചില ഗ്രൂപ്പുകളുണ്ട്. അതായത് റെസണൻസ് വരയ്ക്കുമ്പോൾ മെറ്റാ പൊസിഷനിലായിരിക്കും നെഗറ്റീവ് ചാർജ് വരിക. അത്തരത്തിലുള്ളതിന് എക്സാമ്പിളാണ് NO2, CN, CHO, COOH, SO3H പോലുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ മെറ്റാ പൊസിഷനിലേക്കാണ് ഇവർക്ക് ഇൻഫ്ലുവൻസ് കൂടുതൽ. അതായത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കണേ. അതായത് ഫീനോളിൻ്റെ റെസണൻസ് വരച്ചപ്പോൾ നമ്മൾ നെഗറ്റീവ് ചാർജ് കാണുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ്. അതായത് ഫീനോൾ ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്ന് മനസ്സിലായി. അത്തരം ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിളാണ് NH2, OCH3, CH3, C2H5. എന്നാൽ NO2, CN, CHO, COOH, SO3H പോലുള്ള കോമ്പൗണ്ടുകൾ എടുത്തു നോക്കുമ്പോൾ അവർക്ക് മെറ്റാ പൊസിഷനിലാണ് എന്തു കൂടുതൽ കാണുന്നത്, ഈ പറയുന്ന ഡയറക്ഷൻ കാണുന്നത്. മെറ്റാ പൊസിഷനിലേക്കുള്ള ഡയറക്ഷനാണ് അവയ്ക്ക് കൂടുതലായിട്ട് എന്താകുന്നത്, കാണുന്നത്. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി എല്ലാവർക്കും? റെഡി? ക്ലിയർ? അപ്പോൾ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഈ പാഠഭാഗം ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പാഠഭാഗം മുഴുവനായി നമ്മളിപ്പോൾ തീർത്തിരിക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താക്കിയാൽ മതി, ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.